ഹായ് ഗൈസ്, അപ്പം നമ്മളൊരു ബ്ലൂ തീംഡ് ജേണൽ ഐറ്റംസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഷി ടേപ്പാണ്. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് A4 ഷീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാർട്ട് ഉപയോഗിക്കാം. അത് നമ്മുടെ വാഷി ടേപ്പിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അനുസരിച്ചിട്ടാണ് നമുക്കിഷ്ടമുള്ള മാതിരി ഏത് സൈസിലാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് പാറ്റേൺസൊക്കെ എടുത്തിട്ട് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലൂ തീം ആയതുകൊണ്ട് നമ്മൾ ബ്ലൂ തീമിൽ പറ്റുന്ന അത്യാവശ്യം നല്ല പാറ്റേൺസൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പാറ്റേൺസാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ ഗ്രിഡ് ലൈൻസ് ആണ് മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാകുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഭയങ്കര നല്ല ഫിനിഷിങ് ടച്ചൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഇതാണ് ഗ്രിഡ് ലൈൻസ്. നമ്മൾ ഉണ്ടാക്കി പോകുന്നത് ഫ്രെയിംസാണ്. ഫ്രെയിംസ് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ആദ്യം എല്ലാ ഡിസൈനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാം. അതൊക്കെ നമുക്ക് ഫ്രെയിംസിൻ്റെ സൈസ് എത്ര വേണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമുക്ക് എങ്ങനത്തെ ഫ്രെയിം വേണം, ഫ്രെയിമിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഫോട്ടോ ഒട്ടിച്ചാലും മതി. എങ്ങനെ വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂ തീം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പാറ്റേൺസൊക്കെ ആദ്യമേ നോക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസാണ് നമ്മളിതിൽ കൂടുതൽ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റായിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സാണ് ചെയ്തെടുക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള എസ്തെറ്റിക്സ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ഡ്രോ ചെയ്തെടുക്കുന്നതുള്ളൂ. Thank you.